എല്ലാവരെയും പരിഗണിക്കും. അവിടെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, പാർട്ടി നോക്കുന്നില്ല, സംഘടന നോക്കുന്നില്ല, തറവാടുകൾ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, എല്ലാവരെയും പരിഗണിക്കുകയാണ്. ഇന്നും ആ കുടുംബം അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഞാനിവിടെ പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അംബിയായിലൂടെ, ആ അംബിയാന്റെ അനന്തര അവകാശികളാകുന്ന ഉലമായിലൂടെ ഒരു നല്ല സ്വഭാവത്തെ ലോകത്ത് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രസരണത്തിൽ നാമൊക്കെ ആസ്വദിക്കുകയാണ് വേണ്ടത്. മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരായിരിക്കും ഉത്തമർ എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മുടെ ചിന്തയെ നാം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ നടത്തത്തിന് വല്ലാതെ വേഗത കൂട്ടേണ്ടി വരില്ല, വല്ലാതെ ആർത്തട്ടഹസിക്കേണ്ടി വരില്ല, പൊട്ടിച്ചിരിക്കേണ്ടി വരില്ല, വെറും തമാശയും വിനോദവും കളിയുമായി നീങ്ങേണ്ടി വരില്ല. അവിടെ ഇബാദത്തിന് വലിയ സ്ഥാനം നൽകും, ആദരവിന് വലിയ പവിത്രത നൽകും, നാട്ടിലെ ഐക്യത്തിനും നാട്ടിലെ സൗഹാർദ്ദത്തിനും വലിയ വില കൽപ്പിക്കും. ആ വിധത്തിൽ ജീവിച്ചു പോയ ഒരു നല്ല മനുഷ്യനെ സ്മരിക്കാനും അവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് അതിന്റെ പുണ്യം നേടിയെടുക്കാനുമൊക്കെ നാം ഇവിടെ തയ്യാറാകുന്ന ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചുള്ളിക്കോട് എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു ആത്മീയ ലോകത്ത് വീരാനുപ്പാപ്പനെ കൊണ്ടൊരു നല്ല സൽപ്പേരുണ്ട്. CS ഉസ്താദിനെ പോലെ, ഇപ്പോൾ ഖാദിയാരെ പോലെ മുൻകഴിഞ്ഞു പോയ ഉലമായിലൂടെ ഒരു നല്ല സൽപ്പേരുണ്ട്. ഈ നാട്ടിലെ സമ്പന്നർക്കും ഈ നാട്ടിലെ പാവങ്ങൾക്കും ഈ നാട്ടിലെ ഉലമായിനും ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു സൽപ്പേരുണ്ട്. അതൊക്കെ ഒരു ആലിമിന്റെ നിയന്ത്രണത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന, അത് കെട്ടഴിയാതെ കുത്തഴിയാതെ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ ഒന്നിച്ചു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം, അൽഹംദുലില്ലാ, ആ വിധത്തിൽ ഇനിയും തുടർന്നു പോയി നമ്മുടെ മക്കളും ഈ സന്തോഷം ആസ്വദിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ മക്കളും ഈ സന്തോഷത്തിന്റെ പ്രസരിപ്പിൽ ഭാഗവാക്കായി തീരണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും ദീർഘമായി പ്രഭാഷണം നടത്തേണ്ട ഒരാളല്ല എന്നുള്ളത് കൊണ്ട് ധാരാളം ആളുകൾ ഉസ്താദിനെ അനുസ്മരിച്ച് പറയാനും അവസാനം ദുആഇന്റെ മജ്ലിസും ഒക്കെ നടക്കുന്നത് കൊണ്ട് റബീഉൽ അവ്വൽ ആരംഭിച്ചത് മുതൽ തന്നെ ധാരാളം പരിപാടികൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് ദീർഘിപ്പിക്കാതെ സദസ്സും സമാപിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ-റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനാകുന്ന ഖാദിയാർ ഉസ്താദിന്റെ ദർജയെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകൾക്കും നന്മകൾക്കും അല്ലാഹുവേ നീ വർദ്ധിച്ച പ്രതിഫലം നൽകണം റഹ്മാനെ. മനുഷ്യ സഹജമായി വല്ല വീഴ്ചകളും എവിടെയെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അഫ്വ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മരിച്ചുപോയവർക്കും ജീവിച്ചിരിപ്പുള്ളവർക്കും അല്ലാഹുവേ നീ ഖൈറും റഹ്മത്തും ബറക്കത്തും നൽകണം റഹ്മാനെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി റാഹത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രായമുള്ളവർ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്, പലരും രോഗികളാണ്. അല്ലാഹുവേ എല്ലാവർക്കും ബറക്കത്തുള്ള ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫാ നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തേണ്ടതുണ്ട്. ആരും ഈ സദസ്സ് കഴിയുന്നത് വരെ പോകരുത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഖാദി ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ സയ്യിദ് അവറുകൾ അല്പസമയത്തിന് ശേഷം നമ്മുടെ സ്റ്റേജിലേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ വന്നതിന് ശേഷം പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. അനുസ്മരിക്കാൻ വേണ്ടി നമ്മൾ ജബ്ബാർ ഹാജിയെ സാദരം ക്ഷണിക്കുകയാണ്. ബഹുമാനീയനായ അധ്യക്ഷൻ കുഞ്ഞുമുഹമ്മദ് ഉസ്താദ്, പ്രിയപ്പെട്ട സഖാഫി പൂക്കോട്ടൂർ ഇവിടെ വന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇത്ര കൃത്യമായി പറയാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് ഏറും ബന്ധപ്പെട്ട സ്ഥലമാണ്, എൻ്റെ ഭാര്യ വീട്, അതെനിക്ക് പുതിയ അറിവാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ
അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. സത്യത്തിൽ ചുള്ളിക്കോടിൻ്റെ അരനൂറ്റാണ്ട് കാലം ചുള്ളിക്കോടിൻ്റെ കാളിയായി, കാളി എന്നതിനേക്കാൾ അപ്പുറം ചുള്ളിക്കോടിൻ്റെ എല്ലാവരാലും അംഗീകരിക്കുകയും എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വം അങ്ങനെ വിട പറഞ്ഞു പോവുകയും ചെയ്തു. എത്രയോ ആളുകൾ നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോവാറുണ്ട്. പക്ഷേ ഓർമ്മയിലെ ഒന്നും മായാതെ മങ്ങാതെ അങ്ങ് കിടക്കുന്ന ചില ആളുകളുണ്ട്. മരിച്ചിട്ടും വിരഹത്തിന്റെ വേദന അല്ലെങ്കിൽ വേർപാടിന്റെ നൊമ്പരം മാറിപ്പോകില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ്. നമുക്ക് അറിയാം, ഈ മഹലിനെ കുറിച്ച് ഞാൻ കേട്ടു. 75 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. ഒരു ഉമറാക്കളും അതേ ഈ ഉസ്താദുമാരും എല്ലാം കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു മഹലെടുത്തുണ്ടായതിനു ശേഷം വളരെ ഐക്യതയോടുകൂടി, അതാണ് സത്യത്തിൽ റോൾ മോഡലാക്കേണ്ടതാണ് ഈ മഹല്. നമ്മുടെ മഹല് തലത്തിലുണ്ടാകുന്ന വിഭാഗീയതകൾ, പ്രശ്നങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും, ഞാനൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പള്ളികളിലുള്ള തർക്കങ്ങൾ, മഹലുകളിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ചുള്ളിക്കോട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല. എല്ലാവരും ഒന്നായി നിന്നു, ഒരുമിച്ച് ആശയങ്ങളുണ്ടാവും, ആദർശങ്ങളുണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഒരു നാടിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടുന്ന പാഠമാണ്. അതിന്റെ അമരത്തുണ്ടായിരുന്നത് മഹാനായ ഉസ്താദായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതായിരുന്നു അതിന്റെ കാരണം. അങ്ങനെ ഒരു നാഥൻ ഒരു ഗ്രാമത്തിന്, ഒരു മഹലിനുണ്ടായാൽ അവിടെ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളെ ഉണ്ടാവില്ല, പലരും ഉണ്ടാവും. പക്ഷേ ഒരേ ഒരു വാക്ക്, ആ വാക്കിന് ഊക്കാണ്. ആ വാക്കിന്റെ ഊക്കില് എല്ലാം നിന്നുപോകും. അഭിപ്രായങ്ങളും ഒക്കെ അതിന്റെ കാൽക്കൽ വെച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു നൽകുന്ന ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഉസ്താദ്. വ്യക്തിപരമായും വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ വരുമ്പോൾ കാണലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കലും ഒരിക്കലും ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്ന് മാഞ്ഞു പോവാത്ത കുറേയേറെ കാര്യങ്ങൾ സംസാരത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, ഇനി നമുക്കുള്ളത് അതാണ്. നമ്മളൊന്നും ആരും ഇവിടെ കൊണ്ടുപോയില്ല. ഉസ്താദും ഇത്ര കാലം ഈ മഹലിൽ സേവനം സേവിച്ച് എല്ലാം ചെയ്തു, ഒന്നും കൊണ്ടുപോയില്ല. പക്ഷെ കൊടുത്തുപോയി, തന്നുപോയി. കാരണം ആ ഓർമ്മകൾ തന്നെ, ആ നന്മകൾ തന്നെ, ആ പ്രവർത്തനങ്ങൾ തന്നെ ഒരു മഹലിന്, ഒരു ജനതക്ക് എന്നെന്നും ഓർമ്മിച്ചു നിൽക്കാനും മായാതെ മങ്ങാതെ അങ്ങ് കിടത്താനും കഴിയുമെന്നുള്ളത്. ഈ സത്യത്തില് ഈ മഹലിൽ അദ്ദേഹം ഒരു മുതൽക്കൂട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സംഘടനയുടെ പ്രഗത്ഭനായ ഒരു പ്രബോധന പ്രചാരകനാണ്. പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് ഇടപെടേണ്ടി വരും, ആ രീതിയിൽ നിൽക്കേണ്ടി വരും. പക്ഷേ മഹലിൽ അദ്ദേഹത്തിന് സുസമ്മതനാണ്. മഹലില് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, മാതൃകാപരമായി കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ. ഏതായാലും അൽഹംദുലില്ലാ, ഈ മഹലിന് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, സൗഭാഗ്യം ലഭിച്ചവരാണ്. അത്തരം വലിയൊരു മഹാന്റെ കീഴിൽ ഇത്രയും അരനൂറ്റാണ്ട് കാലം നിന്നു, അദ്ദേഹത്തിന്റെ ഇതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടു. എന്നിട്ട് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. പടച്ച തമ്പുരാനെ, അദ്ദേഹത്തെ ഞങ്ങളെ ഇനി നാളെ ഒരുമിച്ച് കൂട്ടണേ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും.